വളരെ ചുറുചുറുക്കോടുകൂടി നടന്നിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി അത് ഇന്നലെ മരണപ്പെട്ടു. അതിൻ്റെ ദാരുണമായ അന്ത്യം എന്ന് പറയുന്ന എല്ലാവരുടെയും കണ്ണ് നനയ്ക്കുന്നതാണ്. കഴിഞ്ഞ മാർച്ച് 29-ന് അത് ഈ റംസാൻ്റെ ദിവസം അത് വൈകുന്നേരം മിഠായി വാങ്ങിക്കാൻ കടയിലേക്ക് പോയതാണ്. അതിനെ ഒരു തെരുവ് നായ ആക്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതിന് ഉപദ്രവിച്ചു. അതിൻ്റെ കാലിന് കടിയേറ്റു, അതിൻ്റെ മുഖത്ത് കടിയേറ്റ്, തലയ്ക്ക് കടിയേറ്റു, തലയിൽ. അതാണ് ഏറ്റവും വലിയ വളരെ അത് കഴുത്തിൽ. ഇവിടെയൊക്കെ ഒരുപാട് മുറിവുകൾ അതിനെ പറ്റി. ഇമ്മീഡിയറ്റ്ലി അത് കൂടാതെ ആ നായയെ 7 പേരെയും കൂടെ കടിച്ചു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഈ നായ ചത്തു. അപ്പോൾ അത് പേവിഷം അതിനുണ്ടെന്നുള്ളത് ഉറപ്പായി. ഈ കുട്ടിയെ അന്ന് തന്നെ, ഈ കടി കിട്ടിയ ദിവസം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിനെ അവിടെ ഇത് തുന്നലൊക്കെ മുറിവൊക്കെ തുന്നലൊക്കെ ഇട്ടു, അതിന് ചികിത്സയൊക്കെ കൊടുത്തു. അത് കൂടാതെ റാബിസ് വാക്സിൻ അതിനെടുക്കുകയും ചെയ്തു. എടുത്തിട്ട് അത് ഈ സുഖമായി വീട്ടിലേക്ക് വന്നു. ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു 5-6 ദിവസം മുമ്പ് കണ്ടതിന് പനി വന്നു കേട്ടോ. പനി വന്ന് ആശുപത്രി കൊണ്ടുപോയി പരിശോധിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് പോസിറ്റീവാണ്, റാബിസ്. അതാണ്, അതായത് പേവിഷബാധ അതിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വാക്സിൻ, അതായത് റാബിസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വരുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് വരും. സാധാരണഗതി വരാറില്ല. ഒരു 95% കേസുകളിലും വരാറില്ല. അപ്പോൾ അത് വാക്സിന് ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലോ ഈ പ്രോപ്പറായിട്ട് അത് സൂക്ഷിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിലോ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ട് അത് പ്രയോജനമില്ലാതാവും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് സംഭവിച്ചേക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയുമോ, ഈ കുഞ്ഞിന് കടിയേറ്റേക്കുന്നത് കൂടുതലും അതിൻ്റെ കഴുത്തിലും അതിൻ്റെ മുഖത്തും തലയിലുമാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇത് നമ്മുടെ നെർവ് സിസ്റ്റത്തിൽ ഇത് റാബിസ് വരുന്നത് നെർവ് സിസ്റ്റത്തിൽ ഇത് കയറിയിട്ട് അതങ്ങ് ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. അതാ കാര്യം. പക്ഷേ അത് കഴുത്തിലോ മുഖത്തോ തലയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് വളരെ ഫാസ്റ്റാണ് പിന്നെ. കാരണം അപ്പോൾ നമ്മൾ അന്നേരം ഇമ്മീഡിയറ്റ്ലി എടുത്ത വാക്സിൻ എടുത്താൽ പോലും പലപ്പോഴും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇത് കാര്യം ആളുകൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. നായ്ക്കൾ, ഇപ്പോൾ തെരുനായ്ക്കൾ എന്ന് പറയുന്നത് വലിയ ശല്യമുണ്ട്. ഇപ്പം നടക്കാൻ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ വടിയും കൊണ്ടാണ് പോകുന്നത്. പോയിട്ട് അവിടെ എങ്ങനെയായാലും ശരി, ഇത് എന്നെ അറിയാൻ വേണ്ടി വടി കയ്യിലുള്ള കാരണം കൊണ്ട് തന്നെ അത് ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ടുള്ള വടിയാണ്. അത് അമേരിക്കയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഈ സാധനം ഈ പട്ടിക്ക് നന്നായിട്ട് അറിയാം, നായക്ക്. ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു ശബ്ദമുണ്ട്, അത് തന്നെ കിളിങ്ങുന്ന പോലെ വരും. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ജീവൻ കളഞ്ഞു ഓടും. അപ്പോൾ അതിന് നല്ല ബോധമുണ്ട് ഈ പട്ടിക്ക് കേട്ടോ. എന്നിട്ട് ഇന്നൊരെണ്ണം അതിനെ ആരോ ലാളിച്ച് വളർന്നതാന്ന് തോന്നുന്നു, ഞങ്ങളുടെ ചുറ്റും നടന്ന് ഈ അടി കൊണ്ടിട്ടേ ബോധമുള്ളൂ എന്നുള്ള രീതി വന്നു. ഞാൻ അന്നേരം അടിക്കാൻ തുടങ്ങിയതാണ്, എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല, വിട്ട് അത് തന്നെ പോയി. അപ്പോൾ വളരെ ശല്യമാണ് തെരുവ് നായ്ക്കളെ കൊണ്ട്. ഈ തെരുവ് നായ്ക്കളെ ഒരുപാട് പേരങ്ങ് വളരെ വലിയ സ്നേഹമുണ്ട് ഇതിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം ഈ സ്നേഹം ഒരുപാട് വരുന്നതിൻ്റെ കാരണം അറിയോ, കുറച്ച് പേര് വിവരമില്ലാത്തവർക്ക് വലിയ സ്നേഹമുണ്ട്. അത് പോട്ടെ, ചിലർക്ക് വലിയ ആളുകൾക്ക് വലിയ സ്നേഹമാണ് ഇതിൻ്റെ അടുത്ത്. അതിൻ്റെ കാരണം ഒരു 3500 കോടി രൂപയാണ് ഒരു വർഷം വാക്സിന് വേണ്ടത്, ഈ റാബിസ് വാക്സിൻ. അപ്പോൾ ഈ കമ്പനിക്ക് പട്ടിയില്ലെങ്കിൽ ഈ സാധനം കിട്ടുമോ? ഇത് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് വിൽക്കണം, അതിൻ്റെ കച്ചവടം മൂല്യം അതാണ്. അത് മാത്രമല്ല, ഇവിടെ ആടിനെ ആളുകൾക്ക് അറുത്ത് ഉപയോഗിക്കാം, ആടിനെ തിന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ പശുവിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കന്നുകാലികളെയൊക്കെ അറുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. അതിന് ബീഫും പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്, അതും പറ്റുന്നില്ല. അത് ബീഫ് നിരോധനം എല്ലായിടത്തൊന്നുമില്ല, ചിലയിടത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉള്ള ഇറച്ചിയൊക്കെ കഴിക്കാം, കോഴിയെ തിന്നാം, ഇത് തിന്നാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇതിന് കഴിക്കുന്ന ആളുകൾ ഫിലിപ്പൈൻസിലാണ് ഉള്ളത് കേട്ടോ. ഈ ഫിലിപ്പിനോർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണിത്. ഈ നായ ഫിലിപ്പിനോകൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഈ പട്ടി ഒരിക്കലും ചെല്ലത്തില്ല ആ ഭാഗത്തെങ്ങും. കാരണം അതിനതറിയാം. ഇത് ഞാൻ വിയറ്റ്നാമിൽ പോയപ്പോൾ ആ മാർക്കറ്റിൽ ഇതിൻ്റെ തല വെച്ചേക്ക് ഞാൻ കണ്ട്. കാരണം അവിടെ ഇത് തിന്നും. വളരെ വിശിഷ്ടമായ ഭോജ്യമായിട്ടാണ്, അത് വളരെ കൂടിയ ആളുകൾക്കേ അവർ കൊടുക്കുള്ളൂ.
അവർ വീട്ടിൽ വരുന്നവർക്ക്. ഇങ്ങനെയുള്ളവർ കുറച്ച് പേര് ഒരു കമ്പനി ആയിട്ട് അവർ നാഗാലാൻഡിൽ കഴിക്കും. ഇത് നമ്മുടെ മണിപ്പൂരിൽ എനിക്കറിയില്ല, ആസാമിൻ്റെ ചില ഭാഗങ്ങളിൽ കഴിക്കാറുണ്ട്. നാഗാലാൻഡ്, മേഘാലയ, അവർ നാഗാലാൻഡിൽ പ്രത്യേകിച്ച് അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ അവിടുന്ന് ഒരു കമ്പനി എല്ലാം കൂടെ വന്നിട്ട് ഈ തെരുവ് നായ്ക്കളെ പിടിച്ചിട്ട് ഇതിനെ സംസ്കരിച്ച് ഇവിടെ ആവശ്യമുള്ളവർ കഴിക്കുക, ബാക്കി കയറ്റി അയക്കാം, ഇന്ത്യക്ക് ഒരുപാട് വിദേശ നാണ്യവും കിട്ടും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഭയങ്കര ബഹളമാണ്, നായ സ്നേഹം. കാരണം നായ ഇതിന് കൊണ്ടുപോകാൻ പാടില്ല, മനുഷ്യൻ തിന്നാനാണ്. അപ്പോൾ ആടിനെ ഈ പ്രശ്നമില്ല, ആടിനെ തിന്നാം, മുയലിനെ കഴിക്കാം, വളർത്തുന്ന മുയലിനെ കഴിക്കാം, കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടൊന്നും കഴിക്കാൻ പാടില്ലെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള ജീവിയെല്ലാം ആൾക്ക് കൊന്നു തിന്നാം, പക്ഷെ ഇതിനെ കൊന്നു തിന്നാൻ പാടില്ല. അതിൻ്റെ ആ വൈരുദ്ധ്യം നമ്മളൊന്ന് നോക്കിക്കൊണ്ടോ അതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ പോട്ടെ, അത് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ്, അല്ലാതെ ഇതിനോടുള്ള സ്നേഹമൊന്നും അല്ല പലപ്പോഴും. പിന്നെ ഇതിനെല്ലാം കൂടെ വളർത്താൻ പിടിച്ചു വല്ലയിടത്ത് കൊണ്ട് ഇട്ടാലോ, അവിടെ കിടന്ന് കാടി കൂടി ആ മനുഷ്യന് ആ ഭാഗത്തെങ്ങാണ് കിടക്കാൻ പറ്റുമോ? കുരയ്ക്കുന്നതിൻ്റെ ശല്യം കാരണം വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇതിനെ ഒന്നും ഒരു ഷെൽട്ടർ എന്ന് പറയുന്ന ഒരെണ്ണമൊന്നും പോസിബിൾ അല്ല കേരളത്തിൽ, അതിനുള്ള സ്ഥലമില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയി പറക്കിടണം. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വിദേശങ്ങളിലൊക്കെ കൊടുക്കുന്ന പോലെ ഇതിന് നിർബന്ധമായിട്ടും ഈ ലോക്കൽ ബോഡീസ് ലൈസൻസ് ഏർപ്പെടുത്തണം. നായ വളർത്തണം, ഒരുത്തനെ വളർത്തണം, വളർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വേണം, അതിന് ചിപ്പ് ഘടിപ്പിക്കണം, ഇതെവിടെ പോയെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതിന് കാലാകാലങ്ങളിൽ അതിന് വാക്സിൻ എടുക്കണം, അതിന് മരുന്ന് കൊടുക്കണം. ഇതിനെ കൊണ്ട് കളയാനൊന്നും പാടില്ല, അതിനെ ആ രീതിയിൽ നോക്കിക്കൊള്ളണം. അത് വലിയ കുറച്ച് ശല്യമൊന്നും ഉണ്ടാക്കി അയൽക്കാർക്ക് ഉണ്ടാവാതെ നോക്കണം. അത് വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഈ പെറ്റ്സിനെ നോക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഉള്ളതിൻ്റെ കാലം അങ്ങ് കഴിയുമ്പോൾ പിന്നെ വേറെ കാണത്തില്ല. അപ്പോൾ പിന്നെ ഇത് പെറ്റ് പെരുകാതെ നോക്കിക്കൊണ്ടാൽ മതി. അതിനെ വന്ധീകരിക്കുകയോ ഒക്കെ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ നാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ നായ്ക്കളോടുള്ള സ്നേഹം നല്ല സ്നേഹം ആയിക്കോട്ടെ. ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പം ഈ നടക്കാൻ പോകുന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ നായ നമ്മുടെ അടുത്ത് നിന്ന് ശല്യം ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്ന എന്താണെന്നറിയോ, പെട്ടെന്ന് അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കുനിഞ്ഞ് കല്ലെടുക്കാനായിട്ട് പോകും. കല്ലെടുത്ത് ഇതിനെ എറിയാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അതിനെ വിരട്ടാനാണ്. ഒരിക്കലും കുനിയരുത് പട്ടിയുടെ മുമ്പിൽ. നായയുടെ മുമ്പിൽ കുനിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ് കഴുത്ത്, മുഖം. ഇവിടെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് പേവിഷബാധയുള്ള നായയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് രക്ഷപ്പെടാൻ. നമ്മൾ വാക്സിൻ എടുത്താൽ പോലും, ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ സിയ മരിച്ചത് കണ്ടില്ലേ, അതിന് വാക്സിൻ എടുത്തതാണ്, എന്നിട്ട് പോലും അത് ഫലിച്ചില്ല. കാരണം എന്താ, അതിൻ്റെ തലയിൽ കടിയുണ്ടായിരുന്നു. ഈ തലയിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്, അത് പെട്ടെന്ന് കയറി ഇതിനെ ബാധിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വാക്സിൻ എടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ നേരെ പോന്ന ഇതിൻ്റെ ഈ അണു കറക്റ്റായിട്ട് കയറി അങ്ങ് ചെന്ന് ഈ ബ്രെയിനിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ എന്ത് വാക്സിൻ എടുത്താലും ഒരു പ്രയോജനമില്ല. അങ്ങനെയാണ് ഈ കുഞ്ഞ് മരിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒരു കണ്ണീരായിട്ടിൻ്റെ അതിൻ്റെ ഓർമ്മയാണ് നമുക്ക് കേട്ടോ. വലിയ കഷ്ടമായിപ്പോയി. ആ കുഞ്ഞിൻ്റെ പടമൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടമുണ്ട് അത് കണ്ടതിൽ. അപ്പോൾ ഇത് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നായ വന്നാൽ ഒരിക്കലും കുനിയരുത്. കാലെ കടിച്ചിട്ട് പോയാലേ നമുക്ക് വാക്സിൻ എടുത്താൽ രക്ഷപ്പെടും, പ്രശ്നമില്ല. പക്ഷെ മുഖത്ത് കടിച്ചാലോ, തലയിൽ കടിച്ചാലോ, കഴുത്തിനൊക്കെ കടിച്ചാലോ ഒക്കെ എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് കുനിയരുത്. അതുപോലെ നിലത്ത് വീഴരുത്, നോക്കിക്കൊള്ളണം. വീണ് കഴിഞ്ഞാൽ ഇത് തറയിലിട്ട് കഴിക്കും. ഇതൊക്കെ ഒരു 3-4 ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അത് അത്രയും വൈൽഡാണ്. ഇപ്പോൾ പണ്ടത്തത് പോലല്ല ഈ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത്, വളരെ വൈൽഡാണ്. ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത്, എൻ്റെ ഈ വീട്ടിൻ്റെ ഭാഗത്ത് ഏതാണ്ട് ഒരു 8-10 എണ്ണം കണ്ട് അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, അപ്പുറത്ത് അവിടെ കിടക്കുമായിരുന്നു. അവിടെ കിടന്നങ്ങ് ബഹളവും ശല്യമായി. നാട്ടുകാർക്ക് മൊത്തം ശല്യമായപ്പോൾ ഈ ഹൗസിംഗ് കോളനിയിൽ നിന്ന് അവർ എല്ലാം കൂടെ പരാതിപ്പെട്ടപ്പോൾ ഇവർ വന്ന് ഇതിനെ ഒരു വണ്ടിയും കൊണ്ടുവന്ന് എല്ലാത്തിനെയും പിടിച്ചോണ്ട് പോയി കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിടിച്ചോണ്ട് പോയി. ഈ ഫോട്ടോ എടുക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഏതാണ്ട് വന്ധീകരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടും. പക്ഷെ ഇപ്പം ഇവിടെ കാണാനില്ല, എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല.
ഏതായാലും ഇവിടെ ഇല്ല ഇപ്പോൾ. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരിക്കൽ ഇവിടുന്ന് ഞാൻ വൈകുന്നേരം നടക്കാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇത് എല്ലാം കൂടെ താണ്ടേ ഈ താണ്ട അവിടെ ആ കടത്തിണ്ണയിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ ഏതാണ്ട് ഒരു 8-10 ഉണ്ട്. ഞാൻ അവിടെ അതിൽ വന്ന വഴിക്ക് ഞാൻ നിന്ന് എൻ്റെ ക്യാമറ വെച്ച് ഞാൻ ഈ ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിച്ച്, അതായത് എൻ്റെ മൊബൈൽ വെച്ച്. ഇത് എന്തുമാത്രം കുരച്ചോണ്ട് വന്നെന്നറിയാമോ? അതിനറിയാം ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചോണ്ട് പോകുന്നുള്ളതാണ് അതിൻ്റെ ധാരണ. അപ്പം ആരാണ് ഫോട്ടോ എടുത്തിട്ട് ഇത് പിടിച്ചോണ്ട് പോയതല്ലേ? ഇതുപോലെ ബഹളം ഉണ്ടാക്കും. അപ്പം ഇത് വലിയൊരു മെനസ്, ഒരു ശല്യം, അതായത് നമുക്കൊരു ശാപം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അല്പം കുറവുള്ളത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ കാരണം ഈ ഫുഡ് വേസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഓരോ അസോസിയേഷനും റെസിഡൻസ് അസോസിയേഷനും നന്നായിട്ട് അത് നോക്കുന്നുണ്ട്. മാത്രമല്ല ലോക്കൽ ബോഡിയും ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ഫൈനും ഒക്കെ വരും. എന്തെങ്കിലും ഒരു മാർഗം ഇതിന് ചെയ്തേ പറ്റുള്ളൂ. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഈ മരിക്കുക. ഇതിൻ്റെ മാത്രമല്ല ഈ റാബീസ് വന്ന് റാബീസ് വന്ന അവസാന സ്റ്റേജിൽ ഒന്ന് കാണണം. അത് കാണാൻ എനിക്കൊരിക്കൽ കാണാനിടയായി. കുഞ്ഞെ പോ എന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാൾക്ക് അറിയത്തില്ല. കാരണം ഇത് ഈ തൊണ്ടയിലെ മസിലൊന്നും പിന്നെ വർക്ക് ചെയ്യത്തില്ല. ഇവർക്ക് ഹൈഡ്രോഫോബിയ എന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കണമെന്ന് തോന്നും, പക്ഷെ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല. ആ വെള്ളം കാരണം ഈ മസിൽ അങ്ങ് പോകും, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ ഹൈഡ്രോഫോബിയ എന്നതിന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. വെള്ളം അന്നേരം കാണുന്ന ഉടനെ ഇവിടെ പ്രശ്നമാവും. അപ്പോൾ വല്ലാത്ത ഒരു ശബ്ദം, യഥാർത്ഥത്തിൽ ഈ നായ കുരയ്ക്കുന്നത് പോലുള്ള ശബ്ദം അത് കാണിക്കും. നാക്കൊക്കെ നീട്ടി വളരെ വല്ലാതെ കാണിക്കും. എന്നിട്ട് ഞാൻ കണ്ട എന്താറിയോ, അയാൾ തറയിൽ കമിഴ്ന്ന് കിടന്നിട്ട് തറയിൽ കടിക്കുക. എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ, അതുപോലുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാനത് കണ്ടിട്ട് വന്ന് എനിക്ക് ഒരുപാട് ദിവസം ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാ, ഇപ്പം പോലും അത് എൻ്റെ മനസ്സിലിരിക്കുന്ന അതേപോലെ. അത് അയാൾ അന്ന് തന്നെ മരണപ്പെട്ടു കേട്ടോ. കാരണം വേറെ മാർഗമൊന്നുമില്ല. അയാളുടെ കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ടുണ്ട്, 2 തോർത്ത് വെച്ച് അന്ന് കെട്ടിയിട്ടുണ്ട്. അത് എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ കിടക്കുന്നു മുറിയിൽ. ഈ രംഗം പിന്നെ ഒരു സിനിമയെ കാണാനിടയായിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ ഇത് കണ്ടിട്ടുള്ള ആളുകളാണോ അത് ചെയ്തതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. മൃഗയ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ, അതിനകത്ത് ഇതേപോലെ നമ്മുടെ ഭീമൻ രഘു ഉണ്ടല്ലോ, രഘു എന്നാണ് എൻ്റെ ഓർമ്മ, രഘുവിനായിരിക്കും ഇതുവരെ പേവിഷം ബാധിച്ചിട്ട് വിഷബാധ ഏറ്റിട്ട് നടക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ അത് തറയിൽ കടിക്കുന്ന കാണിച്ചില്ല, ബാക്കിയെല്ലാം എന്നാലും വളരെ വല്ലാത്ത ബഹളം കാണിച്ചു. ഇത് ഒന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഭീകരത എന്നാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും വളരെ ഭീകരമായ കാര്യമാണത്. പക്ഷേ ആളുകൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ പെരുമാറും. എപ്പോൾ ഈ നായയുടെ കടി കൊണ്ടാലോ, കടി മാത്രം കൊള്ളണമെന്നില്ല, അതിൻ്റെ നഖം കൊണ്ടും പോറിയാൽ മതി. പൂച്ച, നായ, ഇതിൻ്റെയൊക്കെ നഖമൊക്കെ കൊണ്ട് പോറിക്കഴിഞ്ഞാൽ, കുരങ്ങ്, ഇതിൻ്റെയൊക്കെ നഖം കൊണ്ട് പോറിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ പോറൽ തന്നെ മതി. കാരണം ഇതിൻ്റെ സലൈവാതി കാണും. അപ്പോൾ അതിൽ നിന്ന് അത് ഡയറക്റ്റ് കയറി വരും. ഇത് ഈ പെട്ടെന്നൊന്നും ചത്തുപോകുന്ന ഒരു അണുവല്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ കയറിപ്പോവും. ഇത് ഏതായാലും ആളുകൾ കണ്ണ് തുറന്ന് കാണണം. ഈ കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ വലിയൊരു വേദനയായിട്ടങ്ങ് മാറി. ഇത് കണ്ടിട്ട് വളരെ സങ്കടമുണ്ട്. ഇനിയും ആളുകൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നായെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കല്ലെടുക്കാൻ കുനിയരുത്, ഒന്നും ചെയ്യരുത്. കുനിഞ്ഞു പോയാൽ അപകടമാണ്. അങ്ങനെ ചെയ്യരുത്. അത് ആ രീതിയിൽ വേണം നമ്മൾ നോക്കാൻ.